ഹിന്ദി ഭാഷാ വിവാദത്തിൽ പ്രതികരിച്ച നടനും ടിവികെ അധ്യക്ഷനുമായ വിജയ് ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കേന്ദ്രവും സംസ്ഥാനവും വിഷയത്തിൽ ഒത്തുകളിക്കുകയാണെന്നും വിജയ് ആരോപിച്ചു. ടിവികെ രൂപീകരണത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പ്രതികരിക്കുകയായിരുന്നു വിജയ്. ഒരാൾ പാട്ടുപാടുമ്പോൾ മറ്റൊരാൾ നൃത്തം ചെയ്യുകയാണ്, പക്ഷേ രണ്ടും ഒരേ സ്വരത്തിലാണ്. രണ്ടു കൂട്ടരും കാര്യങ്ങൾ ഒരുപോലെ നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അതേസമയം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെടുകയാണ്. അവരെ കേൾക്കാൻ ആരുമില്ല എന്നാണ് വിജയ് പറഞ്ഞത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നയത്തിനെതിരെയും വിജയ് ആഞ്ഞടിച്ചു. LKG, UKG കുട്ടികൾ വഴക്കിടുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ തർക്കിക്കുന്നത്. സംസ്ഥാനത്തിന് ഫണ്ട് നൽകേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നേടിയെടുക്കുകയെന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്. ഈ വലിയ പ്രശ്നത്തിനിടയിൽ BJPയും DMKയും ഹാഷ്ടാഗ് ഇട്ട് കളിക്കുകയാണ്. ആത്മാഭിമാനമുള്ളവരാണ് തമിഴ് ജനത. ഒരു ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് ഒരു ഭാഷ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയെന്ന് വിജയ് ചോദിച്ചു. 1967ലെയും 77ലെയും തിരഞ്ഞെടുപ്പ് തമിഴ്നാട് തിരഞ്ഞെടുപ്പ് ഫലത്തെ ഹിന്ദി ഭാഷാ വിവാദം എങ്ങനെ സ്വാധീനിച്ചുവെന്നതും വിജയ് ചൂണ്ടിക്കാട്ടി. 1967ൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കി ഉയർത്താനുള്ള നീക്കം നടത്തിയിരുന്നു. ഇതിനെതിരെ അന്ന് വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയത്. തുടർന്ന് കോൺഗ്രസിന് സംസ്ഥാന ഭരണം തന്നെ നഷ്ടമായി. 1977ലും സമാന വിഷയം കോൺഗ്രസിന് തിരിച്ചടി തീർത്തിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ പ്രധാന ശക്തിയായി തമിഴ് വെട്രി കഴകം വളരുകയാണെന്നും വിജയ് അവകാശപ്പെട്ടു. പ്രത്യയശാസ്ത്ര തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചരിത്രം സൃഷ്ടിക്കാനുള്ള ഉറച്ച പ്രതിബദ്ധതയോടെയാണ് ഞങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രധാന കക്ഷിയായി വളരുന്നത്. ഇത് മറ്റൊരു തലത്തിലുള്ള രാഷ്ട്രീയമാണ്. ആര് എപ്പോൾ പിന്തുണയ്ക്കും, ആര് എപ്പോൾ എതിർക്കും എന്ന് ഇപ്പോൾ നിർവചിക്കാനാകില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്നും വിജയ് തുറന്നടിച്ചു. ടിവികെയുടെ ഗെറ്റ് ഔട്ട് ഹാഷ്ടാഗിന് കീഴിൽ തമിഴ്നാട്ടിലെ വോട്ടർമാർ അണിനിരക്കണമെന്നും വിജയ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന DMKയെയും കേന്ദ്രം ഭരിക്കുന്ന BJPയെയും പുറത്താക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വിജയ് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം നടി രഞ്ജന നച്ചിയാർ കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ത്രിഭാഷാ നയം കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് BJPയിൽ നിന്നും രാജിവെച്ചിരുന്നു. കഴിഞ്ഞ 8 വർഷമായി BJPക്കൊപ്പം പ്രവർത്തിക്കുന്ന രഞ്ജന നച്ചിയാറിന്റെ രാജി തമിഴ്നാട് BJPയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കൂടുതൽ പേർ രാജിവെക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. BJPയിൽ നിന്നും രാജിവെക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച രാജിക്കത്തിൽ നടി വ്യക്തമാക്കി. തമിഴ് വനിത എന്ന നിലയിൽ തനിക്ക് ത്രിഭാഷാ നയം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് രഞ്ജന നച്ചിയാർ പറഞ്ഞത്. ദ്രാവിഡ സമൂഹത്തെ അപമാനിക്കുന്ന നടപടികളുമായി യോജിക്കാൻ സാധിക്കില്ലെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ദേശീയത, രാജ്യസ്നേഹം തുടങ്ങിയ ആശയത്തിലൂന്നിയാണ് താൻ BJPയിൽ ചേർന്നിരുന്നത്. എന്നാൽ BJPയുടെ നയം കേന്ദ്രീകരണമാണ്. തമിഴ് സംസ്കാരം പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ശ്രമം. തമിഴ്നാടിനെ കേന്ദ്രം അവഗണിക്കുകയാണെന്നും രഞ്ജന നച്ചിയാർ തുറന്നടിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമാണ്. ഭരണകക്ഷിയായ DMK പ്രത്യക്ഷ സമരം വരെ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെ അവഗണിക്കുന്നു എന്ന വികാരവും സംസ്ഥാനത്ത് ശക്തിപ്പെട്ടു വരികയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രഞ്ജന നച്ചിയാരുടെ രാജി.